നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ SSCRT 10 മിനിറ്റ് സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബലം എന്ന ചാപ്റ്ററാണ്. അപ്പോൾ LDC LGSൻ്റെയൊക്കെ സിലബസിൽ ഫിസിക്സ് എന്ന ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ബലം അല്ലേ. അപ്പോൾ ആ ഭാഗത്തു നിന്നും PSC നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം തന്നെ വരുന്നത് SSCRT പാഠപുസ്തകങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗം നമ്മൾ റാങ്ക് ഫയൽ വായിച്ച് സമയം കളയുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഇങ്ങനെ വേണ്ടുന്ന അല്ലെങ്കിൽ PSCക്ക് ആവശ്യമുള്ളത് മാത്രം SSCRT ഭാഗത്തു നിന്നും പഠിച്ചെടുക്കുക എന്നത്. അപ്പോൾ SSCRT സീരീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ PSC പള്ളിക്കൂടം എന്ന ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്കിത് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ബലം എന്താണ് എന്നാണ്. എന്താണ് ബലം? ബലം എന്താണ്? നമ്മൾ ബലം പ്രയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ബലത്തിനൊരു ഡെഫിനിഷൻ കൊടുക്കുക? ഒരു വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ ചലനാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ ആകൃതി, വ്യാപ്തം എന്നിവയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നത് എന്താണോ അതാണ് ബലം അല്ലേ. അല്ലെങ്കിൽ അതിനെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രവണതയുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ബലം എന്ന് പറയാം. അതായത് ഒരു വസ്തുവിൻ്റെ ആകൃതി, വലിപ്പം, വ്യാപ്തം, നിശ്ചലാവസ്ഥ, ചലനാവസ്ഥ എന്നിവയ്ക്ക് മാറ്റം വരുത്താൻ വേണ്ടി കൊണ്ടുവരുന്നത് എന്താണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം അല്ലേ. ഇപ്പം മനസ്സിലായോ? അപ്പോൾ ഈ ബലം എന്നതിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ അല്ലേ. ഐസക് ന്യൂട്ടൺ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ഈ ന്യൂട്ടൺ എന്ന് എഴുതുന്നത് ക്യാപിറ്റൽ ലെറ്റർ N ഉപയോഗിച്ചാണ് അല്ലേ. ന്യൂട്ടൺ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ N ഉപയോഗിച്ചാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് കാര്യങ്ങൾ ന്യൂട്ടനെ കുറിച്ച് പഠിക്കാം. ചലന നിയമങ്ങൾ, അതുപോലെ തന്നെ ഗുരുത്വാകർഷണ നിയമങ്ങൾ എന്നിവയൊക്കെ കൊണ്ടുവന്നത് ആരാണ്? ന്യൂട്ടനാണ് അല്ലേ. ചലന നിയമങ്ങളും ഗുരുത്വാകർഷണ നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്നത് ന്യൂട്ടനാണ്. അതുപോലെ തന്നെ ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷമാണ് 1705. ന്യൂട്ടന് സർ പദവി ലഭിച്ച വർഷം എപ്പോഴാണ്? 1705 ഇത് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചലന നിയമങ്ങളും ഗുരുത്വാകർഷണ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് ആരാണ്? ഐസക് ന്യൂട്ടനാണ്. ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ചത് 1705 എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക അല്ലേ. ഈ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന് മാത്രമേ PSC ചോദിക്കാറുള്ളൂ. ഇത് ആരുടെ പുസ്തകമാണ് എന്ന് ചോദിച്ചാൽ അത് ഐസക് ന്യൂട്ടൻ്റേതാണ്. ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നതാണ് അതിൻ്റെ ഫുൾ നെയിം. അപ്പോൾ അതും പഠിച്ചു വെക്കുമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. അടുത്തത് 100 ഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വാകർഷണത്തിനെതിരായി നമുക്കതിനെ പൊന്തിക്കണമെങ്കിൽ അല്ലേ, നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അതിനെ നമുക്ക് ഉയർത്തണം. ഒരു 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂഗുരുത്വാകർഷണത്തിനെതിരായി നമുക്കിങ്ങനെ മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ എത്ര ന്യൂട്ടൺ ബലം വേണം? 1 ന്യൂട്ടൺ ബലം വേണമെന്ന് ഓർമ്മിച്ച് വെക്കുക. അതായത് ഒരു വസ്തു അല്ലേ, ഭൂമി കിടക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ അതിനെ നമുക്ക് മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ എന്തിനെതിരെയായിരിക്കണം നമ്മൾ അതിനെ ഉയർത്തേണ്ടത്? ഭൂഗുരുത്വാകർഷണത്തിനെതിരെ അല്ലേ. അപ്പോൾ ഭൂമിയുടെ ആകർഷണത്തിനെതിരായി അതിനെ ഇങ്ങനെ നമുക്ക് കൈവേളയിൽ ഉയർത്തണമെങ്കിൽ എത്ര ബലം വേണമെന്നറിയാമോ? 1 ന്യൂട്ടൺ ബലം നമ്മൾ പ്രയോഗിക്കണം. മനസ്സിലായല്ലോ. m കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം കാണാൻ വേണ്ടിയുള്ള സൂത്രവാക്യമാണ് F = mg. അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചു വെക്കണം. ഭാരം കാണാനുള്ള ഒരു ഇക്വേഷനാണിത്. F = mg. m എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ മാസ്സാണ്. അപ്പോൾ അത് സ്മോൾ ലെറ്റർ m ആണ്. പിന്നെ g എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ത്വരണമാണ്. അത് നമ്മൾ ഇന്നലെ ചലനം എന്ന ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലേ. ഗുരുത്വാകർഷണ ത്വരണത്തെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ g എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഈ മാസിനെ സ്മോൾ ലെറ്റർ G അതായത് ഗുരുത്വാകർഷണ ത്വരണം കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു വസ്തുവിൻ്റെ ഭാരം കിട്ടുക. അപ്പോൾ ഭാരം F = mg എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ജിയുടെ മൂല്യം എത്രയാണ്? ഇതും PSC ചോദിച്ച ചോദ്യമാണ്. 9.8 m/s² അല്ലേ. 9.8 m/s² ആണ് ജിയുടെ മൂല്യം.
അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഈ ഇക്വേഷനിൽ ഗുണിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇപ്പോൾ ഒരു m കിലോഗ്രാം മാസുള്ള ഒരു വസ്തു, m എന്നത് 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വസ്തുവിൻ്റെ ഭാരം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 10 × 9.8 m/s², അല്ലേ? അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ വസ്തുവിൻ്റെ ഭാരം കിട്ടും. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, ഇത് നമ്മൾ പഠിച്ചു അല്ലേ? ബലത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പലതരത്തിലുള്ള ബലങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ കാന്തം, എന്താണ് കാന്തം? നമുക്ക് കാന്തം അറിയാം അല്ലേ? നമ്മൾ ജനൽ കമ്പികളിലൊക്കെ ചെറുപ്പത്തിൽ കാന്തം എടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് നമ്മൾ കളിക്കാറുണ്ട്. അപ്പോൾ ഇരുമ്പ് വസ്തുക്കളെ, ലോഹങ്ങളെയൊക്കെ ആകർഷിക്കുന്നതാണ് എന്ത്? കാന്തം. അപ്പോൾ ഈ കാന്തത്തിനെ ആകർഷിക്കാനും വികർഷിക്കാനുമുള്ള കഴിവുണ്ട്. അപ്പോൾ ആ ബലത്തിനെയാണ് എന്ത് പറയുക? കാന്തിക ബലം എന്ന് പറയുക. നമ്മൾ ജനൽ കമ്പികളിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കളിക്കാറില്ലേ? അപ്പോൾ കാന്തം അതിൽ ഒട്ടിപ്പിടിക്കും അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വലിക്കാനും പറ്റും. അപ്പോൾ കാന്തത്തിനെ ആകർഷിക്കാനും വികർഷിക്കാനും കഴിവുണ്ടല്ലോ. അപ്പോൾ ആ ബലത്തിനെയാണ്, ആ കാന്തം പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് എന്ത് പറയുക? കാന്തിക ബലം എന്ന് പറയുക. അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ്, സ്ഥിത വൈദ്യുത ബലം. ഇത് PSC പലതവണ ചോദിച്ച ചോദ്യമാണ്. എന്താണ് സ്ഥിത വൈദ്യുത ബലം? അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പെന്നെടുത്തിട്ട് മുടിയിൽ ഇങ്ങനെ ഒരുപാട് സമയം ഉരസിക്കഴിഞ്ഞ്, എല്ലാവരും ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെന്നെടുത്ത് നമ്മൾ മുടിയിൽ ഇങ്ങനെ ഒരുപാട് സമയം ഉരസിക്കഴിഞ്ഞാൽ ആ പെന്നിൽ ഒരു ബലം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ചെറിയ പേപ്പർ കഷ്ണം അതിനോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ ഈ പേപ്പർ കഷ്ണം പെട്ടെന്ന് തന്നെ ആ പെന്നിലേക്ക് ഒട്ടിപ്പിടിക്കുന്നത് കാണാം. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു പ്ലാസ്റ്റിക് പേന എടുത്ത് മുടിയിൽ കുറേ സമയം ഉരസി ചൂടാക്കുക അല്ലേ? എന്നിട്ട് നമ്മളൊരു ചെറിയ പേപ്പർ കഷ്ണത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് അതിലേക്ക് ഒട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ ബലമാണ് സ്ഥിത വൈദ്യുത ബലം. ഒരു ചെറിയ ഒരു വൈദ്യുതിയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ബലത്തിന് പറയുന്ന പേരാണ് സ്ഥിത വൈദ്യുത ബലം. അപ്പോൾ PSC എപ്പോഴും ചോദിക്കുന്ന ഒരു എക്സാമ്പിളാണത്. നമ്മൾ പേനയെടുത്ത് മുടിയിൽ ഉരസിക്കഴിഞ്ഞാൽ പേപ്പർ കഷ്ണത്തിൽ അത് ഒട്ടിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചു വെക്കുക? സ്ഥിത വൈദ്യുത ബലം കൊണ്ടാണ് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അടുത്തത് ഗുരുത്വാകർഷണം. എന്താണ് ഗുരുത്വാകർഷണം? ഭൂഗുരുത്വാകർഷണം നമുക്കറിയാം അല്ലേ? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതിനെയാണ് എന്ത് പറയുക? ഭൂഗുരുത്വാകർഷണം എന്ന് പറയുക. അപ്പോൾ ഗുരുത്വാകർഷണ ബലം എന്താണ്? ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട് അല്ലേ? ഇപ്പം എല്ലാ വസ്തുക്കളും, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് വസ്തുക്കളുണ്ട്. അപ്പോൾ ആ വസ്തുക്കൾക്കെല്ലാം പരസ്പരം ഒരു ആകർഷണമുണ്ട്. അപ്പോൾ ആ ആകർഷണത്തിനെയാണ് എന്ത് പറയുക? ഗുരുത്വാകർഷണം എന്ന് പറയുക. ഭൂമിയിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള, ഭൂമിയിൽ മാത്രമല്ല പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. മാറിപ്പോകരുത്. മനസ്സിലായല്ലോ? ഗുരുത്വാകർഷണം. ഇനി അടുത്തത് യാന്ത്രിക ബലം. എന്താണ് യാന്ത്രിക ബലം? ചലിക്കുന്ന എല്ലാ വസ്തുക്കളിലുമുള്ള ബലമാണ് യാന്ത്രിക ബലം. നമ്മൾ ജനറേറ്ററൊക്കെ പ്രവർത്തിക്കുന്നത് യാന്ത്രികോർജ്ജമാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ സൈക്കിള് പോകുന്നത് അതൊക്കെ യാന്ത്രിക ബലമാണ്. അപ്പോൾ ചലിക്കുന്ന എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? യാന്ത്രിക ബലമാണുള്ളത് എന്ന് ഓർമ്മിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്തതായി മനസ്സിലാക്കാനുള്ളത് ഭാരമാണ്. ഒരു വസ്തുവിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഭാരം കാണാനുള്ള സൂത്രവാക്യമൊക്കെ പഠിച്ചു. F = mg എന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ഈ ഭാരം എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഭൂമി വസ്തുക്കളിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഭാരം എന്ന് പറയുക. അപ്പോൾ ഭൂമി ഓരോ വസ്തുക്കളിലും പ്രയോഗിക്കുന്ന ഒരു ആകർഷണ ബലമുണ്ട് അല്ലേ? ആ ആകർഷണ ബലത്തിനെയാണ് എന്ത് പറയുന്നത്? ഭാരം എന്ന് പറയുന്നത്. എന്താണ് ഭാരം? ഭൂമി വസ്തുക്കളിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിനെയാണ് ഭാരം എന്ന് പറയുന്നത്. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവുമാണ്. സമ്പർക്ക ബലം എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് വസ്തുക്കൾ തമ്മിൽ സമ്പർക്കത്തിലായിരിക്കുമ്പോൾ അവ പരസ്പരം ആകർഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ആ ബലത്തിനെയാണ് സമ്പർക്ക ബലം എന്ന് പറയുക. ഇനി സമ്പർക്കത്തിലല്ലാത്ത വസ്തുക്കൾ തമ്മിലും ഒരു ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളതിനെ എന്ത് പറയും? സമ്പർക്കരഹിത ബലം എന്ന് പറയും. എന്താണ് സമ്പർക്ക ബലം? രണ്ട് വസ്തുക്കൾ സമ്പർക്കത്തിലായിരിക്കുമ്പോൾ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. ഇനി ദൂരെയുള്ള രണ്ട് വസ്തുക്കൾ അല്ലെ, അവർ തമ്മിൽ സമ്പർക്കമൊന്നുമില്ല, പക്ഷെ അവർ തമ്മിലും ഒരു ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുക? സമ്പർക്കരഹിത ബലം. സമ്പർക്കമില്ലാത്ത ബലം അല്ലേ? രഹിതം എന്ന് വെച്ചാൽ ഇല്ലാത്ത എന്നർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്തൊക്കെ നമ്മൾ പഠിച്ചത്? ബലത്തിൻ്റെ യൂണിറ്റ് പഠിച്ചു, ന്യൂട്ടനെ കുറിച്ച് പഠിച്ചു, പിന്നെയോ
ഭാരം കാണാനുള്ള സൂത്രവാക്യം F=mg എന്ന് പഠിച്ചു. G എന്നത് ഭൂഗുരുത്വാകർഷണ ത്വരണമാണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 9.8 m/s² ആണ്. പിന്നെ നമ്മൾ കാന്തിക ബലം, സ്ഥിത വൈദ്യുത ബലം പ്രത്യേകിച്ച് പഠിച്ചു വെക്കണം, മറക്കരുത്. പിന്നെ ഭാരം എന്താണെന്ന് പഠിച്ചു അല്ലേ? ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അത് മറ്റു വസ്തുക്കൾ പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഈ പാഠത്തിൽ നമുക്ക് ഘർഷണ ബലമൊക്കെ പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഞാൻ വീണ്ടും വരും. അതിൽ നമുക്കെല്ലാം പഠിച്ചെടുക്കാം. ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് തന്നെ പഠിക്കുക. PSC നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ഭാഗം പിന്നെ നിങ്ങൾ റാങ്ക് ഫയലിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. SSCRTയിൽ നിന്ന് മാത്രമേ ചോദ്യം വരികയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.